Hello all, inflation accounting next problem. Balance sheets of S Limited as at 31st December 2017 and 31st December 2018 were as follows. Balance sheet രണ്ട് ഡേറ്റ്സിലുമുള്ള ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് 150, ഡിസംബർ 31st 2018 ചേഞ്ചസ് ഒന്നുമില്ല, 150 തന്നെ. റിസർവ് 60 and 70. ഡിബഞ്ചേഴ്സ് 10%, ഫസ്റ്റ് 31st December 2017 30, 2018 20. Then creditors 10 and 15. Proposed dividend 15 and 15. Then asset side land and building cost 160 ആണ്. 31st December 2017 depreciation കഴിച്ച് ബാക്കി 152. Then 2018 148. Equipment cost rupees 100. 31st December 2017 ആയപ്പോൾ അതിൻ്റെ വാല്യൂ 50. Then 2018 40. Stock 30 and 40. Debtors 13 and 28. Bank നെഗറ്റീവ് ബാലൻസ് 31st December 2017 നെഗറ്റീവ് ബാലൻസ് ആണ്, അതായത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് 10 rupees. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് 10 rupees. Then 31st December 2018 14. Statement of profit and loss for the year ended 31st March 2018 was sales 30, opening stock 61, sales 100, opening stock 30, purchases 61, closing stock ഒരു 40, then gross profit 49, expenses including debenture interest 10, depreciation 4, building in depreciation 4, depreciation of equipment 10, then net profit 25, proposed dividend ഒരു 15 ഉണ്ട്. ഈ 15 ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ 31st December 2018 കാണുന്നത് proposed dividend. ബാലൻസ് carried forward 40. The relevant price indices, ഓരോ ഇയർലെയും റെലവൻ്റ് ആയിട്ടുള്ള പ്രൈസ് ഇൻഡിസസ് തന്നിട്ടുണ്ട്. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട സമയത്ത് റെലവൻ്റ് ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത്, റെലവൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്താൽ മതി. Closing stock of 2018 was acquired during the whole of 2018 and opening stock during 2017. Closing stock 2018 ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അത് ഹോൾ ഓഫ് ദ 2018 പല സമയങ്ങളിലായിട്ടാണ് അക്വയർ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഇൻഡെക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് ഇൻഡെക്സ് എടുക്കണം എന്നതാണ് അതിൻ്റെ മീനിങ്. S Limited wishes to adjust its historic accounts to reflect current cost in line with current cost accounting method. Assuming that the value to the business of the asset is given by the price indices above, prepare the accounts on a current cost basis showing current cost adjustments for the year ended 31st December 2018 under the following heads: cost of sales, depreciation, monetary working capital, gearing. ജസ്റ്റ് ഈ പ്രോബ്ലത്തിന് ഒരു ഔട്ട്ലൈൻ ആണ് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ ഇത് ക്ലിയർ ആവുകയുള്ളൂ. സോ നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു C minus O minus IA into C divided by IC minus O divided by IO ആണല്ലോ. സോ അത് പ്രകാരം നമുക്ക് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 40 ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് 30 ആണ്. ആവറേജ് ഇൻഡെക്സ് നമ്പർ ഫോർ ദ പീരീഡ്, ആവറേജ് ഇൻഡെക്സ് IA എന്ന് പറഞ്ഞാൽ 118 ആണ്. ദെൻ IO എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ അപ്രോപ്രിയേറ്റ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് IO 116 ആണ്. IC ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 125 ആണ്. സോ ഇക്വേഷൻ 40 minus 30 minus 118 into 40 by 125 minus 30 divided by 180. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക, ആൻസർ 2.7 കിട്ടും. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻ്റ് ആയി. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിന്റ് നമ്പർ ബിയിൽ നിങ്ങൾക്ക് കാണാം. ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡിപ്രിസിയേഷൻ രണ്ട് ഡിപ്രിസിയേഷൻ അമൗണ്ട്സ് ഉണ്ട്, ബിൽഡിങ്ങിനും എക്യുപ്മെൻറ്റിനും. അത് നമുക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ബിൽഡിങ്ങിൻ്റെ 4 ആണ്. 4 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 4 into 125 by 105. 105 വരാൻ കാരണം ബിൽഡിംഗ് അക്വയർ ചെയ്ത വർഷത്തിൻ്റെ ആവറേജ് 2013 ആവറേജ് ആണ് എടുക്കുന്നത് 105. അതിന് നമുക്ക് 125 31st December 2018 വാല്യൂയിലേക്ക് മാറ്റണം. 4 into 125 by 105. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് പ്രൈസ് ഇൻഡിസസ് എന്നതിൽ എക്യുപ്മെൻറ്റ് 2010 ആവറേജ് തന്നിട്ടുണ്ട്, ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഡേറ്റ് ഓഫ് എക്യുപ്മെൻറ്റ് അക്വിസിഷൻ ആൻഡ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന്. സോ 80 ആണ്
80 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 10 × 125/80. അതിൻ്റെ വാല്യൂ നമ്മൾ രണ്ടിൻ്റെയും ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എമൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 20.4. നമ്മൾ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എമൗണ്ട് കണ്ടുപിടിക്കാൻ 20.4-ൽ നിന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസിലുള്ള ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസിലുള്ള ഡിപ്രിസിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4-ഉം 10-ഉം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡിപ്രിസിയേഷൻ ടോട്ടൽ 14 ആണ്. 14 ലെസ് ചെയ്യുമ്പോൾ 6.4. സോ ഇതാണ് സെക്കൻഡ് വൺ, ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. സോ ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടു, രണ്ടാമത് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇനി മൂന്നാമത്തത് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പോയിന്റ് നമ്പർ സി. മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് സെയിം ഇക്വേഷൻ, C - O - IA × C / IC - O / IO. നമുക്ക് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ എന്താ? ഡെറ്റേഴ്സ് മൈനസ് ക്രെഡിറ്റേഴ്സ് ആണ് അല്ലേ. സോ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൻ്റെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇൻഡെക്സ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് അവിടെ കൊടുക്കുക. ദാറ്റ് ഈസ് 13 - 3 - 118 × 13/125 - 3/116. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.8 കിട്ടും. ഓക്കെ. സോ മൂന്നാമത്തത് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നാലാമത്തത് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, L / L + S × A ആണ് അല്ലേ. A അവിടെ നിൽക്കട്ടെ, നമുക്ക് L / L + S കണ്ടുപിടിക്കണം. സോ ആദ്യം നമുക്ക് L കാണാം. ദാറ്റ് ഈസ് ബോറോയിങ്സ് ആണ് അല്ലേ, ബോറോയിങ്സ്. യെസ്, ബോറോയിങ്സ്. ജസ്റ്റ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് 2.7 കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം തന്നെ കാണുന്നുണ്ട് ഫിനാൻസ്ഡ് ബൈ നെറ്റ് ബോറോയിങ്. ഇതാണ് എല്ലിൻ്റെ കാൽക്കുലേഷൻ, ഫിനാൻസ്ഡ് ബൈ നെറ്റ് ബോറോയിങ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 2017 ഡിബഞ്ചേഴ്സ് ഒന്നുമില്ല, 2018 2020 ഉണ്ട് ഡിബഞ്ചേഴ്സ്. നമ്മൾ അറിയാം മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ബാങ്ക് ബാലൻസ് അവിടെ എടുത്തിട്ടില്ല എങ്കിൽ ബോറോയിങ്സിൽ നിന്ന് കുറയ്ക്കണമെന്ന്. സോ ലെസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാങ്കിന് നെഗറ്റീവ് ബാലൻസ് ആണ്, ലെസ് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഓവർ ഡ്രാഫ്റ്റ് 10. ദെൻ 2018 ബാങ്ക് എമൗണ്ട് 14, ക്യാഷിൻ്റെ എമൗണ്ട് 14 ആണ്. സോ അത് ലെസ് ചെയ്യുക. സോ ടോട്ടൽ എന്ന് പറയുന്നത് 2017 10-ഉം 2018 6-ഉം ആണ് എല്ലിൻ്റെ എമൗണ്ട്സ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കണം. ആവറേജ് ഈസ് ഈക്വൽ ടു 10 + 6 / 2. ഇനി നമുക്ക് L + S കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ ഇവിടെ പറ്റും. കാരണം L + S = നെറ്റ് ഓപ്പറേറ്റിംഗ് അസറ്റ് ആണ് അല്ലേ. നെറ്റ് ഓപ്പറേറ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നെറ്റ് ഓപ്പറേറ്റിംഗ് അസറ്റ്സ്. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പോയിന്റ് നമ്പർ D, ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്, നെറ്റ് ഓപ്പറേറ്റിംഗ് അസറ്റ് കാൽക്കുലേഷൻ. ഫിക്സ്ഡ് അസറ്റ്, ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ് 2017-ൻ്റെയും 18-ൻ്റെയും വാല്യൂ, സ്റ്റോക്കിൻ്റെ വാല്യൂ 30 and 40, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ 3 and 13. സോ നെറ്റ് ഓപ്പറേറ്റിംഗ് അസറ്റ് 235-ഉം 241-ഉം. ഇതിൻ്റെ ആവറേജ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 235 + 241 / 2. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഹിയർ. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 9.9 × 9.9 എവിടെ നിന്ന് കിട്ടി? 9.9 മീൻസ് A ആണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലസ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് 2.7, ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് 6.4, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് 0.8, ടോട്ടൽ 9.9. സോ L / L + S കാൽക്കുലേറ്റ് ചെയ്യാം. L എന്ന് പറഞ്ഞാൽ 10 + 6 / 2 ആണ്. L + S എന്ന് പറഞ്ഞാൽ 235 + 241-ൻ്റെ ആവറേജ് ആണ്. സോ ഇൻറ്റു A 9.9, എയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 0.3. സോ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് 0.3. ഓക്കെ. ഇനി നമുക്ക് നേരെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസിൽ പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ തന്നിട്ടുണ്ട് 25. ഇതിലേക്കാണ് നമ്മൾ കറൻറ്റ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് മെത്തേഡിൽ പറഞ്ഞിരിക്കുന്നത്. കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 9.9. നിങ്ങൾക്ക് 9.9 അവിടെ ലെസ് ചെയ്യുന്നതിന് പകരം പ്രോഫിറ്റ് ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസിൽ നിന്ന് കറൻറ്റ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് ബാക്കി എമൗണ്ട് എടുത്താൽ മതി. ദാറ്റ് ഈസ് കറൻറ്റ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 9.9 ആണല്ലോ. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ്
plus depreciation adjustment plus monetary working capital adjustment minus gearing adjustment എന്ന് പറഞ്ഞാൽ 9.6 കിട്ടും. Cost of sales adjustment plus depreciation adjustment plus monetary working capital adjustment 9.9 നിന്ന് gearing adjustment 0.3 ലെസ് ചെയ്താൽ gearing നമുക്ക് കിട്ടും current cost operating adjustment കംപ്ലീറ്റ് ആയിട്ട് കിട്ടും 9.6. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസ് ആയ 25 നിന്ന് 9.6 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 15.4 കിട്ടും. 15.4 നമുക്ക് പ്രപ്പോസ് ഡിവിഡൻഡ് കൊടുക്കാനുണ്ട് ഈ വർഷം. സോ ആ 15.4 നിന്ന്, അതായത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആണിത്, 15.4 നിന്ന് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 15 ലെസ് ചെയ്താൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ 0.4 എമൗണ്ട് കിട്ടും. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ബേസിസിലുള്ള പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കറണ്ട് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് cost of sales adjustment plus depreciation adjustment plus monetary working capital adjustment minus gearing adjustment, that is 9.6 കിട്ടും. 25 നിന്ന് 9.6 ലെസ് ചെയ്താൽ 15.4. സോ 15.4 ഇറ്റ് ഈസ് ആട്രിബ്യൂട്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതിൽ നമുക്ക് പ്രപ്പോസ് ഡിവിഡൻഡ് കൊടുക്കാനുണ്ട് 15, ബാക്കി 0.4 നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം ബാലൻസ് ഷീറ്റ്. ഞാൻ പറയുന്ന പോലെ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നിങ്ങൾക്കറിയാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 150 ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 150. ഓക്കെ, ദെൻ റിസർവ് നോക്കാം. നമുക്ക് ഓൾറെഡി ഒരു 60 റിസർവ് ഉണ്ട്. റിസർവിൽ ഒരു 60 നമ്മൾ ചെയ്യുന്നത് 31 ഡിസംബർ 2018 ബാലൻസ് ഷീറ്റാണ്. സോ 1 ജാനുവരി 2018, അതായത് 1 ജാനുവരി 2018 എന്ന് പറഞ്ഞാൽ 31 ഡിസംബർ 2017 റിസർവ് 60 ഉണ്ടല്ലോ, 60 ഉണ്ട്. നമ്മൾ ഈ വർഷം കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ് അനുസരിച്ച് പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്തു. അതിൽ നമുക്ക് റിസർവ് എത്ര കിട്ടി? 0.4. സോ കഴിഞ്ഞ വർഷത്തെ റിസർവിൻ്റെ കൂടെ ഈ വർഷത്തെ റിസർവ് ആഡ് ചെയ്യണം. 60 പ്ലസ് 0.4, 60.4. ഇനി കറണ്ട് കോസ്റ്റ് റിസർവ് എന്ത് ചെയ്യണം? നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് കോസ്റ്റ് റിസർവ് എങ്ങനെ കാണാം? കറണ്ട് കോസ്റ്റ് റിസർവ് നോക്കാം. എങ്ങനെ കാണാം കറണ്ട് കോസ്റ്റ് റിസർവ്? ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന് മുന്നേ നിങ്ങൾക്ക് കാണാം കറണ്ട് കോസ്റ്റ് റിസർവ് എന്ന് പറഞ്ഞാൽ കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മൈനസ് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച 9.6. അതിൻ്റെ കൂടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു ഫിക്സ്ഡ് അസറ്റ് റീപ്ലേസ്മെൻറ്റ് റിസർവും സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് റിസർവും കൂടെ ആഡ് ചെയ്താൽ കറണ്ട് കോസ്റ്റ് റിസർവ് ആയി. അതായത് കറണ്ട് കോസ്റ്റ് റിസർവിൻ്റെ കൂടെ കറണ്ട് കോസ്റ്റ് റിസർവ് കണ്ടുപിടിക്കാൻ കറണ്ട് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് റിസർവിൻ്റെ കൂടെ ഫിക്സ്ഡ് അസറ്റ് റീപ്ലേസ്മെൻറ്റ് റിസർവും സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് റിസർവും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, സോ ഫിക്സ്ഡ് അസറ്റ് റീപ്ലേസ്മെൻറ്റ് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? എല്ലാ റീപ്ലേസ്മെൻറ്റ് റിസർവ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ കറണ്ട് വാല്യൂ കണ്ടുപിടിക്കുക, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസിലുള്ള വാല്യൂ ലെസ് ചെയ്യുക. നമുക്കത് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. യെസ്, ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിന് താഴെ പോയിന്റ് നമ്പർ ബി, ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിന് താഴെ കറണ്ട് കോസ്റ്റ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, കറണ്ട് കോസ്റ്റ് റീപ്ലേസ്മെൻറ്റ് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ബിൽഡിംഗ് 148 ആണ്, അതിന് ഇൻഡെക്സ് ചെയ്യുക 148 ഇൻറ്റു 125/105. എക്യുപ്മെൻറ്റ് 40 നമ്മൾ ഇൻഡെക്സ് ചെയ്യുക. സോ 62.5. സോ ടോട്ടൽ 238 കിട്ടും. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അനുസരിച്ച് ബിൽഡിങ്ങിൻ്റെ വില 148ഉം എക്യുപ്മെൻറ്റ് 40ഉമാണ്. സോ ടോട്ടൽ 188. സോ ഫിക്സ്ഡ് അസറ്റ് റീപ്ലേസ്മെൻറ്റ് റിസർവ് 50.7 ആണ്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് റിസർവ് ആണ്. ഇതുപോലെ തന്നെ കറണ്ട് വാല്യൂ കണ്ടുപിടിക്കുക, ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടുപിടിക്കുക, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മൈനസ് ചെയ്യുക. ഏറ്റവും മുകളിലുണ്ട് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? 40 ആണ്. 40ന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ് ചെയ്യണം. 40 ഇൻറ്റു 125/118. 18 ആണ്, കാരണം നമ്മൾ ഇൻഡെക്സ് ചെയ്യാൻ അതാണ് അപ്രോപ്രിയേറ്റ് വാല്യൂ. 42.4. സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് റിസർവ് എങ്ങനെ കാണാം? ഈ കറണ്ട് കോസ്റ്റ് വാല്യൂവിൽ നിന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കുറയ്ക്കണം. 42.4ൽ നിന്ന് 40 കുറയ്ക്കുമ്പോൾ 2.4. സോ ഫിക്സ്ഡ് അസറ്റ് റീപ്ലേസ്മെൻറ്റ് റിസർവും സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് റിസർവും നമ്മൾ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. സോ കറണ്ട് കോസ്റ്റ് റിസർവ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലസ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് മൈനസ് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്
plus fixed asset replacement reserve plus stock replacement reserve. So the amount is 62.7. So balance sheet complete ആയിട്ടില്ല. ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആവാൻ നമുക്ക് ഇനി ലയബിലിറ്റീസ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് ഒരു നോൺ മോണിറ്ററി ലയബിലിറ്റി ആണ്. അതിൻ്റെ വാല്യൂ ആയിട്ടുള്ള 15 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. സോ അത് നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് CCA മെത്തേഡിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് 273.1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ക്രെഡിറ്റേഴ്സ് ആഡ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് 15 ആണ്. ദെൻ ഡിവിഡൻഡ് ഉണ്ട്. ഡിവിഡൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട, കാരണം അത് തന്നെ നമ്മൾ കൊടുക്കുകയുള്ളൂ, അതും 15 ആണ്. ഡിബഞ്ചേഴ്സ് അതും നമ്മൾ അത് തന്നെ കൊടുക്കുകയുള്ളൂ, കാരണം കോൺട്രാക്ട് ബേസിസിലാണത്. അതും ഒരു നോൺ മോണിറ്ററി മോണിറ്ററി ലയബിലിറ്റി ആണ്. സോ മോണിറ്ററി ലയബിലിറ്റി ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് നമ്മൾ എമൗണ്ട് 20 നേരിട്ട് കാണിക്കാം. സോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിൽ മോണിറ്ററി ലയബിലിറ്റീസ് ആയിട്ടുള്ള, നോൺ മോണിറ്ററി അല്ല കേട്ടോ, മോണിറ്ററി ലയബിലിറ്റീസ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സും ഡിവിഡൻറ്റും ഡിബഞ്ചേഴ്സും ആഡ് ചെയ്യുക. സോ ദ ടോട്ടൽ ഈസ് 323.1. 323.1. ഓക്കെ. ദെൻ നമുക്ക് അസറ്റ് സൈഡ് ഇനി ഫില്ല് ചെയ്യണമല്ലോ. അസറ്റ് സൈഡിൽ നമുക്ക് ലാൻഡ് ഉണ്ട്. ലാൻഡ് 148 ആണ്. ലാൻഡ് 148 ആണ്. താഴെ കാണാം, ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് താഴെ കാണാം. ലാൻഡ് 148നെ ഇൻഡെക്സ് ചെയ്തു 176.2. എക്യുപ്മെൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ ഇൻഡെക്സ് 62.5. സ്റ്റോക്ക് ദാറ്റ് ഈസ് ഓൾസോ ഇൻഡെക്സ് 42.4. ഡെറ്റേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട, കാരണം മോണിറ്ററി അസറ്റ് ആണ്, 42.4. ദെൻ ബാങ്ക് നോ അഡ്ജസ്റ്റ്മെൻറ്റ് 14. സോ ടോട്ടൽ 323.1. ഓക്കെ. സോ ഇത് ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരും. നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബുക്ക് എടുത്ത് അല്ലെങ്കിൽ പേപ്പർ എടുത്ത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു പോയി, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോഴാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാതിരുന്നത്. നിങ്ങൾ തന്നെ ചെയ്ത് കാണിക്കുക. ഓക്കെ. സോ താങ്ക് യു.